ഹരിശ്രീ ഗണപതി നമ അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലിൻ്റെ അകലിൽ ചിത്രം കൊണ്ട് അത് തൊട്ട് കഴിയുമ്പോൾ 3 ഓപ്ഷൻ വരും. ഓൾ എന്നുള്ളൊരു വിഭാഗം ഒന്ന് തൊട്ട് വെച്ചാൽ ഞാനിടുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ, ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നവർക്ക് ചിലർക്ക് കറക്റ്റ് ആയിരിക്കും, ചിലർക്ക് അല്ലായിരിക്കാം. പറയാൻ പറ്റില്ല, ആൾക്കാർക്ക് കറക്റ്റ് ആയിരിക്കും, എല്ലാവർക്കും കറക്റ്റ് ആവണമെന്നില്ല. നമ്മൾ പൊതുവായിട്ടുള്ള ഇതാണ് പറയുന്നത്. മറ്റാർക്കും തോന്നാത്ത ആശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉദിക്കും. അത് നിങ്ങളുടെ പ്രത്യേകതയാണ്. ആരൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞാലും, എന്തൊക്കെ എവിടെയൊക്കെ ആരൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കൂ. പക്ഷേ വാശിയോടുകൂടി എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും അബദ്ധത്തിൽ ചെന്ന് ചേരും. നിങ്ങൾ വാശിയോടുകൂടി എടുക്കുന്ന തീരുമാനങ്ങളായതുകൊണ്ട് തന്നെയാണ് അബദ്ധത്തിൽ ചെന്ന് വീഴുന്നത്. അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾ നേരെവോ എന്നുള്ളൊരു പ്രകൃതക്കാരനാണ്. ഒന്നും മനസ്സിൽ വയ്ക്കില്ല. അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റൊന്ന് പുറമേ കാണിക്കാൻ നിങ്ങൾക്കറിയില്ല. നേരെ പോ, അതാണ് നിങ്ങളുടെ ഒരു പ്രകൃതം. പക്ഷേ അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ചിലപ്പോൾ ഭവിക്കും. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കും. സ്വതന്ത്രമായ ഒരു ചിന്താഗതിയുള്ള ഒരു പ്രവണതയാണ് നിങ്ങൾക്കുള്ളത്. പെട്ടെന്ന് ദേഷ്യപ്പെടും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതുകൊണ്ട് വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കും. പക്ഷേ ഈയൊരു പ്രവണത, ഇങ്ങനെ ഒരു എടുത്തുചാടിയുള്ള ഈയൊരു തീരുമാനങ്ങൾ എടുക്കലും ഒരു ദേഷ്യപ്പെടലും ഒക്കെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ, നിങ്ങളെ സ്നേഹിക്കുന്നവർ, നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കാറുണ്ട്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മെയ് മറന്ന് എന്തും ചെയ്യാൻ നിങ്ങൾ സന്നദ്ധനാകും. എന്നാൽ ഈ സഹായം ഏറ്റുവാങ്ങുന്നവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടായി എന്ന് വരാം. അതുപോലെ നിങ്ങൾക്ക് അകാരണമായൊരു ഭീതി നിങ്ങളുടെ മനസ്സിലുണ്ട്. അതായത് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും വരും, എൻ്റെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, എൻ്റെ അച്ഛനെന്തെങ്കിലും സംഭവിച്ചാലോ, അങ്ങനെ നിങ്ങൾക്ക് അകാരണമായിട്ടൊരു ഭീതി നിങ്ങൾക്കുണ്ട് ആവശ്യമില്ലാതെ. അതത്രയ്ക്ക് നല്ലതല്ല. അത് മാറ്റിയെടുക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. അതുപോലെ തന്നെ ഈ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യത്തിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ, അല്ല നിങ്ങളെ സ്നേഹിക്കുന്നവരെ എന്തുമാത്രം വേദനിപ്പിക്കുമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? അങ്ങനെയൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഇനിയെങ്കിലും അങ്ങനെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ദുരഭിമാനം നിങ്ങളുടെ കൈമുതലാണ്. അതുപോലെ തന്നെ ദേഷ്യം വരുമ്പോൾ വല്ലാതങ്ങ് തർക്കിച്ച് ജയിക്കാൻ നോക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ശത്രുക്കളായി മാറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എല്ലാം കൊണ്ടും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത് ജീവിതത്തിൽ നന്നായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.